എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീട്ടിലെ പാചകത്തിനും അതുപോലെ ഹോട്ടലുകൾ, ഹോസ്റ്റലുകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാസവും പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസ് വില പുതുക്കി നിശ്ചയിക്കാറുണ്ട്. കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിൽ 2 തവണ ഗ്യാസ് വില പുതുക്കി നിശ്ചയിച്ചിരുന്നു. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് ഏപ്രിൽ 15-ാം തീയതി വില കൂട്ടുകയാണ് ചെയ്തത്. മെയ് 1-ാം തീയതി വാണിജ്യ സിലിണ്ടറിന് വില കുറക്കുകയും ചെയ്തിട്ടുണ്ട്. 17 രൂപ 50 പൈസയോളം ശരാശരിയായിട്ടാണ് കുറവ് വരുത്തിയിട്ടുള്ളത്. വിവിധ പട്ടണങ്ങളിൽ കുറവിൽ വ്യത്യാസം ഉണ്ട്. ഏപ്രിൽ 15ഓടുകൂടി 2.5 വർഷത്തിന് ശേഷം വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. 871 രൂപ 50 പൈസയാണ് ഗാർഹിക സിലിണ്ടറിന്റെ വില. തുകയോടൊപ്പം ഡെലിവറി ചാർജ് കൂടി ചേർത്താണ് ഗ്യാസ് വില പല ആളുകൾക്കും നൽകേണ്ടി വരുന്നത്. പല പ്രദേശങ്ങളിലും വലിയ തുക ഡെലിവറി ചാർജ് ഈടാക്കുന്നു എന്നുള്ള പരാതിയും നിലവിലുണ്ട്. നിലവിൽ ഗ്യാസ് ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ ഗ്യാസ് ഡെലിവറി ചാർജ് ഇല്ല. അത് സൗജന്യമാണ്. ഗ്യാസിന്റെ തുക എത്രയാണോ ആ ഒരു തുക മാത്രമാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ നൽകേണ്ടി വരുന്നത്. 5 മുതൽ 10 വരെ 20 രൂപയും 10 മുതൽ 15 കിലോമീറ്റർ വരെ 35 രൂപയും 15 മുതൽ 20 കിലോമീറ്റർ വരെ 45 രൂപയും 20 കിലോമീറ്ററിന് മുകളിൽ അത് എത്രയാണെങ്കിലും 60 രൂപയുമാണ് ഡെലിവറി ചാർജ് ആയിട്ട് നൽകേണ്ടി വരുന്നത്. ഇതിൽ കൂടുതൽ ഒരു തുക പോലും ഡെലിവറി ചാർജ് നൽകേണ്ടി വരില്ല. പക്ഷേ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യണം, അതുപോലെ തന്നെ ബില്ല് ചോദിച്ചു വാങ്ങണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബില്ലിൽ രേഖപ്പെടുത്താത്ത ഒരു തുക പോലും നൽകേണ്ടതില്ല. അതുപോലെ ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം പോലുള്ള UPI ആപ്പുകൾ ഉപയോഗിച്ച് ഗ്യാസിന് ബുക്ക് ചെയ്യാനും പണം അടക്കാനും സാധിക്കും. അങ്ങനെ പണം അടക്കുമ്പോൾ ഗ്യാസിന് എത്ര രൂപയാണോ വരുന്നത് ആ ഒരു തുക മാത്രം നൽകിയാൽ മതി. അധിക ചാർജ് നൽകേണ്ടി വരുന്നില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഗ്യാസ് വിതരണക്കാർ ചില പ്രദേശങ്ങളിൽ ഓരോ സിലിണ്ടറിൽ നിന്നും വളരെ കുറഞ്ഞ തോതിൽ കാലി സിലിണ്ടറിലേക്ക് ഗ്യാസ് ചോർത്തുകയും കരിഞ്ചന്തയിൽ സിലിണ്ടർ മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. അങ്ങനെ വരുമ്പോൾ സാധാരണ നമുക്ക് ലഭിക്കേണ്ട സിലിണ്ടറുകളിൽ കുറവ് അനുഭവപ്പെട്ടേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗ്യാസ് വാങ്ങുന്ന ഒരു ഗുണഭോക്താവിന് ഇതിന്റെ തൂക്കം കൃത്യമായി അറിയാൻ അവകാശമുണ്ട് എന്നുള്ളതാണ്. 29.5 കിലോഗ്രാമാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ തൂക്കം മൊത്തം വേണ്ടത്. ഇതിൽ 14.2 കിലോ ഗ്യാസിന്റെ തൂക്കവും 15.3 കിലോ സിലിണ്ടറിന്റെ തൂക്കവുമാണ്. ഇത് നമുക്ക് തൂക്കി നോക്കി വാങ്ങാനുള്ള അവകാശമുണ്ട്. ഓടുന്ന വാഹനത്തിൽ അത് തൂക്കി നോക്കുന്ന ഉപകരണം നിർബന്ധമാണ്. വീട്ടുകാർ ആവശ്യപ്പെടുകയാണ് എങ്കിൽ തൂക്കി നൽകൽ അത്യാവശ്യമാണ്. അത് തൂക്കി നൽകൽ നിർബന്ധമാണ്. നമ്മൾ തൂക്കി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും വിതരണക്കാർ അത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നിരസിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യാം. താലൂക്ക് സപ്ലൈ ഓഫീസുകളിലാണ് പരാതി സമർപ്പിക്കേണ്ടത്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ പാചകവാതക സിലിണ്ടറുകൾ കൃത്യമായിട്ട് ലഭിക്കാൻ, അതായത് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് KYC നടപടികൾ പൂർത്തീകരിക്കണമെന്ന് കഴിഞ്ഞ 1 വർഷമായിട്ട് ഗ്യാസ് ഏജൻസികൾ പറയുകയാണ്. ഇതിനോടകം തന്നെ പല ആളുകളും അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ ഈ കാര്യം ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ഇതിന് ഒരു നിർബന്ധിത അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും അത് ചെയ്യൽ അത്യാവശ്യമാണ്. നേരത്തെ സബ്സിഡിയൊക്കെ ലഭിച്ചിരുന്ന ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ളവർക്ക് മാത്രമായിരുന്നു ഇങ്ങനെ ഒരു KYC നടപടി എങ്കിൽ ഇപ്പോൾ ഗാർഹിക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇത് വേണം. അതുകൊണ്ട് തന്നെ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. ഭാവിയിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും ഗ്യാസ് റീഫില്ല് ചെയ്യുന്നതിനും സാധിക്കാതെ വന്നേക്കാം. ആരുടെ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ സ്ഥലത്തില്ല, അത് വിദേശത്താണ് എങ്കിലോ അല്ലെങ്കിൽ കിടപ്പ് രോഗിയാണ് എങ്കിലോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലോ റേഷൻ കാർഡിലെ മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും അയാളുടെ പേരിൽ KYC നടപടികൾ പൂർത്തീകരിക്കേണ്ടതുമാണ്. ഗ്യാസ് ഏജൻസിയിലെത്തിയും അക്ഷയ CSC കേന്ദ്രങ്ങൾ മുഖേനയും മൊബൈൽ ആപ്പ് മുഖേനയും ഈ KYC നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.